കീഴടങ്ങി. ഇന്ന് കോഴിക്കോട് ഫോക്കസ് മാളിലെ ഈ മൈലാഞ്ചിക്കാരൻ്റെ മുമ്പിൽ അവിടെയാണെന്ന് കീഴടങ്ങിയത്. അല്ലാതെ ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകാർ കണ്ടില്ലേ, കയ്യിൽ മൈലാഞ്ചി ഇട്ടോണ്ടിരിക്കുക. പറഞ്ഞു വന്നത്, മെയിൻ സ്ട്രീം ചാനലുകാരൊക്കെ പറയുന്ന കണക്ക് കോടതിയിലൊന്നും ഞാൻ കീഴടങ്ങിയിട്ടില്ല, ഞാൻ കീഴടങ്ങിയത് ഇതേ ആ മൈലാന്തിക്കാരൻ്റെ ഫ്രണ്ടിലാണെന്ന്. എം.എ. ഷഹനാസ് എന്ന സ്ത്രീ നമ്മുടെ നാട്ടിലെ കോടതിയെ, നമ്മുടെ നാട്ടിലെ നിയമത്തെ പച്ചയ്ക്ക് അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പുച്ഛിക്കുമ്പോൾ എവിടെ ഇവിടുത്തെ പോലീസുകാർ, എവിടെ ഇവിടുത്തെ സൈബർ സെല്ല്? എല്ലാം പോട്ടെ, ഇവിടുത്തെ മീഡിയക്കാരെ ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തി കളിയാക്കുമ്പോൾ എന്തേ അതുമാത്രം ഇവിടുത്തെ മീഡിയക്കാർ റിപ്പോർട്ട് ചെയ്യാത്തത്? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് എല്ലാവരും അങ്ങോട്ട് ലൈക്ക് തരിക. കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അവിടെ തന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, പറ്റിയാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, എം.എ. ഷഹനാസ് എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും. മാധ്യമങ്ങളിലൂടെ ഇന്നലെ നമ്മൾ കേട്ടതാണ്. ഷഹനാസ് മന്ത്രിയുടെ കീഴിലോട്ട് കയറി ചെന്നിട്ടുണ്ടായിരുന്നെന്ന് പരാതി കൊടുക്കാൻ. എന്തിന്? സൈബർ ഇടങ്ങളിൽ ചേച്ചിയെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് നാട്ടുകാര് അറ്റാക്ക് ചെയ്യുന്നെന്ന്. ഒരു സൈഡിൽ മാധ്യമങ്ങൾ പറയുന്നു മന്ത്രി അടുക്കലുണ്ടെന്ന്, വേറൊരു സൈഡിൽ ചില ചാനലുകാർ പറയുന്നു ചേച്ചി കോഴിക്കോട് കോടതിയിലെത്തി, കോടതി ഞാൻ എത്തിയിട്ടുണ്ടേ എന്ന് പറഞ്ഞു എന്ന്. അല്ല, ഇവരെന്താ കുമ്പിടിയോ രണ്ടിടത്തും ഒരേ ദിവസം ചെല്ലാനായിട്ട്? എല്ലാവർക്കും ഉണ്ടായിരുന്നു ആ സംശയം, എനിക്കും ഉണ്ടായിരുന്നു സംശയം. എന്നാൽ എം.എ. ഷഹനാസ് എന്താ പറയുന്നത് നിങ്ങൾക്കറിയാമോ? ഈ രണ്ട് സ്ഥലത്ത് ഞാനില്ല, ഞാൻ മൈലാഞ്ചി ഇട്ടോണ്ടിരിക്കുവാണെന്ന്. കോഴിക്കോട് ഏതോ ഒരു മാളിലിരുന്ന് പുച്ഛിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോടതിയെ, ഇവിടുത്തെ നിയമപാലകരെ, ഇവിടുത്തെ മാധ്യമങ്ങളെ ഇത്രയ്ക്കും പുച്ഛിക്കുന്ന ഒരു സ്ത്രീയെ ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചാലോ ഉടനെ കേസ് കൊടുക്കാൻ പോവാന്ന്, സോഷ്യൽ മീഡിയയിൽ ആക്രമിച്ചെന്ന്. എന്താക്രമണം, എന്താക്രമണമാ? അല്ല, ഇനിയിപ്പോ എന്തെങ്കിലും ആക്രമണങ്ങൾ ആരെങ്കിലും ഈ സ്ത്രീക്കെതിരെ നടത്തുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ അല്ലേ ഇവര് കേസ് കൊടുക്കേണ്ടത്? അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ സംസാരിച്ചതിന്റെ പേര് കേസ് കൊടുത്തു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചതിനെതിരെ എന്നെ ആക്രമിക്കുന്നു. എടാ, ഈ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനാ ഇവര് വിളിച്ചോണ്ട് വരുന്നത്? അല്ല, മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഇന്നലെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനും 1-2 മണിക്കൂറുകൾക്ക് മുമ്പ്, പാതിരാത്രിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്, അതിന് 1-2 മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ എം.എ. ഷഹനാസ് സിത്താത്തു ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ നിങ്ങൾക്കും അത് കാണിച്ചു തരാമേ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. ഇതാണ് എം.എ. ഷഹനാസിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട്. ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. 2 മണിക്കൂർ മുമ്പ്, ഞാൻ വീഡിയോ എടുക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ്, കീഴടങ്ങി. ഇന്ന് കോഴിക്കോട് ഫോക്കസ് മാളിലെ ഈ മൈലാഞ്ചിക്കാരൻ്റെ മുമ്പിൽ അവിടെയാണെന്ന് കീഴടങ്ങിയത്. അല്ലാതെ ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകാർ കണ്ടില്ലേ, കയ്യിൽ മൈലാഞ്ചി ഇട്ടോണ്ടിരിക്കുക. പറഞ്ഞു വന്നത്, മെയിൻ സ്ട്രീം ചാനലുകാരൊക്കെ പറയുന്ന കണക്ക് കോടതിയിലൊന്നും ഞാൻ കീഴടങ്ങിയിട്ടില്ല, ഞാൻ കീഴടങ്ങിയത് ഇതേ ആ മൈലാന്തിക്കാരൻ്റെ ഫ്രണ്ടിലാണെന്ന്. കോടതിയിലൊന്നും കീഴടങ്ങേണ്ട കാര്യമില്ല. നിങ്ങൾ ആലോചിക്കണം, എത്ര അഹങ്കാരത്തോടു കൂടിയായിരിക്കും ആ സ്ത്രീ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എത്ര അഹങ്കാരത്തോടു കൂടി. നിങ്ങൾ കണ്ടില്ലേ, ചിരിച്ചുകൊണ്ടാണ് ആ ഇമോജിയൊക്കെ കണ്ടില്ലേ, ചിരിച്ചുകൊണ്ട്, പുച്ഛമാണ്. നിങ്ങൾ ആലോചിക്കുക, ഒരു സ്ത്രീ ആയതുകൊണ്ടല്ലേ ഇതൊക്കെ പറ്റുന്നത്. ഒരു പുരുഷനായിരുന്നെങ്കിലോ ഈ പോസ്റ്റ് ഇട്ടിട്ട് മണിക്കൂറുകൾക്കകം പൊക്കിക്കൊണ്ട് പോയേനെ അവനെ. ഇല്ലേ, അത് ആരാണ് ഇട്ടെങ്കിലും പൊക്കിക്കൊണ്ട് പോയേനെ. ഇവിടുത്തെ ഈ സൈബർ സെല്ലുകാരും പോലീസുകാരും ഒന്നും ഇത് കാണുന്നില്ലേ? അല്ല, ഇവർ ഈ പോസ്റ്റിലൂടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിവിടുത്തെ ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവും. ഇല്ലേ, കോടതിയിൽ നിന്ന് അവർക്കെതിരെ വാറന്റ് ഉണ്ട്, ജാമ്യമില്ലാ വകുപ്പിന്. അവർ നാട്ടിലുണ്ട്, കോഴിക്കോട്, ജാമ്യമില്ലാ വകുപ്പിലാണ്. എന്നിട്ട് പോലും ഒരു ദിവസം പോലും ഈ സ്ത്രീയെ എന്തുകൊണ്ട് പോലീസുകാർക്ക് കസ്റ്റഡിയിൽ വെക്കാൻ പറ്റുന്നില്ല?
എന്തുകൊണ്ട് പറ്റുന്നില്ല? അതാണ് എൻ്റെ ചോദ്യം. അതിനും മാത്രം അത്ര വലിയ ആളാണോ ഇവര്? ഇവരും നമ്മളെപ്പോലൊക്കെ ഒരു സ്ത്രീയല്ലേ? നമ്മളെപ്പോലെ സ്ത്രീയല്ലേ എന്നല്ല, ഒരു മനുഷ്യനല്ലേ? സോറി, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. ഒരു മനുഷ്യനല്ലേ, മനുഷ്യജീവിയല്ലേ? സ്ത്രീയും പുരുഷനും പിന്നെ ഒരു മനുഷ്യജീവിയല്ലേ? കീഴടങ്ങിയെന്ന് പുച്ഛമല്ലേ അവരാ കാണിക്കുന്നത് അവിടെ? പുച്ഛം. എനിക്കങ്ങനെയാ തോന്നുന്നത്. ആ പോസ്റ്റിലൂടെ അവര് പുച്ഛിക്കുകയാണ് ഇവിടുത്തെ കോടതിയെ, ഇവിടുത്തെ നിയമത്തെ, ഇവിടുത്തെ പോലീസുകാരെ. ഒരാൾക്ക് പോലും ഒന്നും ചോദിക്കണ്ടേ ഇവരോട്? അല്ല, ഇവരോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവരെ കൊണ്ട് കേസ് കൊടുക്കും. ആക്ഷേപിച്ചെന്ന് എന്താ ആക്ഷേപമായത്? ഞാൻ ആക്ഷേപിക്കുകയാണോ ഇവിടെ ചെയ്തത്? മാന്യമായിട്ട് ചോദിക്കുകയാണ്. ഇതൊരു പുച്ഛം പോലെയാണ് എനിക്ക് തോന്നി ഇവരുടെ ഈ പോസ്റ്റ്. കീഴടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇന്ന് കോഴിക്കോട് മോളിലെ അറിയാം, എല്ലാവർക്കും അറിയാം, കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും അറിയാം. അത്യാവശ്യം ഈ രാഷ്ട്രീയവും വാർത്താ ചാനലും ഒക്കെ ഫോക്കസ് ചെയ്ത് പോകുന്ന ആളുകൾക്ക് അറിയാം. അതായത് മെയിൻ വാർത്തയായിരുന്നു ഇന്നലത്തെ. ഇവര് കോഴിക്കോട് കോടതിയിലെത്തി, ഇവര് മുഖ്യമന്ത്രിയുടെ അടുക്കെ എത്തി. അവിടെങ്ങും അല്ലാന്ന് അവർ കീഴടങ്ങിയത് ഏതോ ഒരുത്തൻ്റെ അടുക്കെ മൈലാഞ്ചിക്കാണെന്ന് ഇട്ടു കൊടുക്കാൻ. വേറെങ്ങും അവർ കീഴടങ്ങിയിട്ടില്ലെന്ന്. എത്ര അഹന്തയോട് അവരാ എഴുതിയിട്ടിരിക്കുന്നത്. ഒരാളും ഒന്നും ചോദിക്കരുത്. കോടതിക്കെങ്കിലും, കോടതി പറഞ്ഞിട്ട് ഈ പോലീസുകാർക്ക് എന്തുകൊണ്ട് ജാമ്യമില്ല വകുപ്പിലല്ലേ വാറണ്ട്? എന്നിട്ട് പോലും കോഴിക്കോട് ഉണ്ടവര് ഊതിക്കളിച്ചോണ്ടിരിക്കുവല്ലേ? ഇന്ന് മൈലാഞ്ചി ഇട്ടോണ്ടിരിക്കുക. തൊടാൻ പറ്റുന്നില്ലേ? ഒന്ന് തൊടാൻ പറ്റുന്നില്ലേ? ഇതൊരു പുരുഷനായിരുന്നെങ്കിലോ അവനെ ഇല്ലാതാക്കത്തില്ലായിരുന്നോ? ഇനി വേറൊരു പോസ്റ്റ്, നിയാസ് മലബാറി. ഞാൻ വിചാരിച്ചില്ല നിയാസ് മലബാറി ഈ അടുത്തൊന്നും ഒരു പോസ്റ്റ് ഇടുമെന്ന്. കാരണം റംദാൻ മാസമാണ്. പുള്ളി അടുത്തൊന്നും പോസ്റ്റ് ഇടത്തില്ല എന്ന് പറഞ്ഞാണ് പുള്ളി ലാസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം റംദാനുമായി ബന്ധപ്പെട്ട് 1-2 പോസ്റ്റുകൾ അല്ലാതെ വേറെ ഒന്നും ഈ MA ഷഹനാസ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട് ഒന്നും പുള്ളി എഴുതിയിട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നലെ നിയാസ് മലബാറി ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ നേരത്തെ പറഞ്ഞു പോയ 1-2 പോയിന്റ് വളരെ വ്യക്തമായിട്ട് നിയാസ് മലബാറിയും ചോദിക്കുന്നുണ്ട്. ഞാൻ നിയാസ് എഴുതിയിട്ട ആ ഒരു പോസ്റ്റ് ഇവിടെ വായിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇങ്ങനെയാണ് നിയാസ് മലബാറി എഴുതിയിട്ടിരിക്കുന്നത്. സൈബർ ആക്രമണം നേരിടുന്ന ആത്മഹത്യയുടെ വക്കിലാണ് എന്നു പറഞ്ഞ് ഷഹനാസ് പരാതി നൽകിയ വാർത്ത കണ്ടു. നല്ല കാര്യം തന്നെയാണ്. ഒരാളും സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെടരുത്. സത്യം. കോൺഗ്രസ് വനിതാ നേതാവ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഷഹനാസ് PT കുഞ്ഞു മുഹമ്മദിനെതിരെ ലൈംഗിക അതിക്രമ പരാതി 6 തവണ നൽകിയിട്ടും നടപടി എടുക്കാത്ത അതേ മുഖ്യമന്ത്രിക്ക് തന്നെ സൈബർ ആക്രമണ പരാതി നൽകിയതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഞാനും അഭിനന്ദിക്കുന്നു. നിങ്ങളും ഒന്ന് അഭിനന്ദിച്ചേക്കണേ. പക്ഷേ ആ പരാതിയിൽ പോലും പുട്ടിന് പീരയിടുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേര് വലിച്ചിഴക്കുന്നത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിയാണ്, എനിക്കും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവരുടെ പരാതിയിൽ ഇവർ പറയുന്നത് എന്താണ്? ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ആളുകൾ ഇവർക്കെതിരെ സൈബർ അറ്റാക്ക് നടത്തുന്നു. ഒരു വ്യക്തിയുടെ പേര്, ഞാൻ ആ പേര് മറന്നുപോയി, ഒരു വ്യക്തിയുടെ പേരും എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അയാൾ സൈബർ അറ്റാക്ക് നടത്തുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിൻ്റെ ആളുകളാണെന്നൊക്കെ ഇവർക്ക് എങ്ങനെ അറിയാം? രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എന്തെങ്കിലും ഇടുകയാണെങ്കിൽ ഓക്കെ, അവർക്കെതിരെ അവരുടെ പേര് ഇവർ വലിച്ചടയ്ക്കുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് പറയാം. അവരവരുടെ കാര്യം നോക്കി പൊക്കോണ്ടിരിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ ആകെ ഒറ്റ ചോദ്യമേ ഇവർക്കെതിരെ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങളെ ഞാൻ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിവ് കൊണ്ടുപോവാ. ഒരു തെളിവും ഇല്ലാതെ മീഡിയക്കാരുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് കഥ പറഞ്ഞു പോയതാ. അതിനുശേഷമാണ് ഈ MA ഷഹനാസിന് ഇത്രയും നാട്ടുകാർ വെറുക്കാൻ തുടങ്ങിയതും എടുത്തിട്ട് ആട്ടാനും തുടങ്ങിയത്. ഇത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട കോടതിയും പോലീസുകാരും സൈബർ സെല്ലും എല്ലാത്തിനും ഉപരി MA ഷഹനാസ് താത്തു നിങ്ങളൊന്നും മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഒന്ന് മനസ്സിലാക്കണം. ഈ പുട്ടിന് പീരയ്ക്ക് പുള്ളി പറഞ്ഞ കണക്ക് എല്ലാത്തിനും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരുന്ന കാര്യം എന്തിനാ? എന്തിൻ്റെ കാര്യം? ഇലക്ഷൻ ആയതുകൊണ്ടാണോ? ആയിരിക്കും, അല്ലാതെ വേറെ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ബാക്കി പക്ഷേ ആ പരാതിയിൽ പുട്ടിന് പേരിടുന്ന പോലെ ഓക്കെ. അതിനുശേഷം ഓരോ പോയിന്റ് ആയിട്ട് നമ്മുടെ നിയാസ് മലബാറി പറയുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ്, ഷഹനാസ് സിവിൽ സർവീസ്
പാസ്സായി എന്ന് പറഞ്ഞ് കോളേജിനെ കബളിപ്പിച്ച് 2014 കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങിയ കാര്യം പുറത്തു കൊണ്ടുവന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണോ? ആണോ? എം എ ഷഹനാസ് പറയണം. എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഇവിടെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് കൊണ്ടിരുന്നത്? കേസ് വിടൂ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയുന്നത്. ഈ അടുത്തായിട്ട് നിങ്ങൾക്കെതിരെ, അതായത് എം എ ഷഹനാസിനെതിരെ വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പല ആളുകളും സൈബർ ഇടങ്ങളിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 2014 ഈ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായെന്നും പറഞ്ഞ ആ കോളേജിൽ ഫോട്ടോകൾ വരെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒരക്ഷരം എം എ ഷഹനാസ് താത്തു നിങ്ങൾ പറഞ്ഞോ? അതിനെതിരെ അറ്റ്ലീസ്റ്റ് ആ പറയുന്നതെല്ലാം കള്ളമാണെന്നെങ്കിലും നിങ്ങൾ പറഞ്ഞോ? ഇല്ല. ഫേസ്ബുക്കിലൂടെ പുച്ഛം കൊടുക്കുക എല്ലാവർക്കും. പുച്ഛം മാത്രം. അയ്യോ പുച്ഛം, അയ്യോ പുച്ഛം, ഇത് മാത്രം. അല്ല, ഇത് കാണുന്ന ജനങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നും. നിങ്ങളെ തെറി പറയാൻ ഒരു 10 പേരെങ്കിലും കമന്റ് ബോക്സ് വരും. കാരണം നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്തു എന്ന് പറയുക, ഇല്ലെങ്കിൽ ചെയ്തില്ല എന്ന് പറയുക, ഇല്ലെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുക. അതിന് പകരം നാട്ടുകാരെ, കണ്ടുകൊണ്ടിരിക്കുന്ന കാണികളെ, ജനങ്ങളെ പുച്ഛിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും കൊണ്ട് എം എ ഷഹനാസ് ഇറങ്ങുമ്പോൾ നാട്ടുകാർ കമന്റ് ബോക്സിൽ തെറി പറയും. അതിന് സങ്കടപ്പെട്ടിട്ട് ഇപ്പം എന്നാ ചെയ്യാൻ പറ്റും എൻ്റെ പ്രിയപ്പെട്ട താത്തു? അടുത്ത പോയിന്റ്, ഓരോരോ പോയിന്റുകളായിട്ട് നമുക്ക് സംസാരിക്കാം. വളരെ മെയിൻ ഒരു 8 പോയിന്റ്സോളം നിയാസ് മലബാറി പറയുന്നുണ്ട്. എല്ലാം നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഇതൊന്നുകൂടെ നമ്മൾ സംസാരിച്ചേ പറ്റുള്ളൂ. കാരണം ഇത് സംസാരിക്കേണ്ട സമയമാണ്. ഇപ്പം സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ നാളെ നമുക്കെതിരെയൊക്കെ ഇതുപോലുള്ള പലതും വന്ന്, എന്തിനാടേ ഇവിടെ പുരുഷന്മാർ മാത്രമേ ഉള്ള സ്ത്രീകളെ എന്തിനാണ്? അവർക്ക് എന്തും പറയാം എന്നുള്ളൊരു ഞാൻ ഒന്നും പറയുന്നില്ല. ജീവിക്കണ്ടേ ഇവിടെ ആണുങ്ങൾ? അടുത്ത പോയിന്റ് ഇതാണ്: ഷഹനാസിനെ ഇതുവരെ നിഷേധിക്കാൻ കഴിയാത്ത ആ IAS സ്വീകരണ ഫോട്ടോ പുറത്തു വിട്ടത് രാഹുലാണോ? അല്ല, പിന്നെന്തിന് രാഹുലിന്റെ പേര് വരുന്നു ഇവിടൊക്കെ? അടുത്തത്, ഷഹനാസിന് വിവാഹത്തിന് ശേഷം പ്രിയ എന്ന പേരുണ്ടെന്നും ഷഹനാസ് എന്ന പേരിലും പ്രിയ എന്ന പേരിലും ഒരേ സമയം സർക്കാർ ഐഡന്റിറ്റി കാർഡുകളും ബാങ്ക് അക്കൗണ്ടുകളും ഉണ്ടെന്നും ഇത് ക്രിമിനൽ ഒഫൻസ് ആണെന്നുമുള്ള വിവരം പുറത്തു കൊണ്ടുവന്നത് രാഹുലാണോ? രാഹുലല്ല. സർക്കാർ ഐഡന്റിറ്റി കാർഡിന്റെ കാര്യം എനിക്കറിയായിരുന്നു. ബാങ്ക് അക്കൗണ്ടുകളും ഉണ്ടോ? ഒരാൾക്ക് 2 പേര്, ആ 2 പേരിലും ബാങ്ക് അക്കൗണ്ടുകൾ? ഷഹനാസ് ഇത്താത്തോ മിണ്ടരുത് കേട്ടോ. ഇതിനൊന്നും മിണ്ടരുത്. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു മറുപടി തായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ പറയണം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആളുകൾ എന്നെ സൈബർ ഇടത്തിൽ. അയ്യോ, എന്താണത്? അടുത്തത്, ഷഹനാസ് തൻ്റെ സ്വന്തം കുഞ്ഞിനെ, അയ്യോ അതല്ല, അതിനു മുമ്പ് ഷഹനാസിന് വിവാഹത്തിന്, ഓക്കെ അത് നമ്മൾ സംസാരിച്ചു. ഷഹനാസിന് തൻ്റെ സ്വന്തം കുഞ്ഞിനെ പ്രസവത്തിൽ മരിച്ചുപോയ ജ്യേഷ്ഠത്തിയുടെ മകളാണെന്ന് പച്ചങ്കള്ളം പറഞ്ഞു നിരവധി ആളുകളെ പ്രണയം നടിച്ച് കബളിപ്പിച്ചെന്ന വിവരം പുറത്തു കൊണ്ടുവന്നത് രാഹുലാണോ? എൻ്റെ അറിവിൽ ഒരക്ഷരവും രാഹുൽ ഈ വന്നിരിക്കുന്ന ഈ പരാമർശങ്ങളിൽ രാഹുൽ ഒന്നും മിണ്ടിയിട്ടുമില്ല. രാഹുലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി എങ്ങും സംസാരിച്ചിട്ടില്ല. ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ: എം എ ഷഹനാസെ, ഞാൻ നിങ്ങളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിവും കൊണ്ട് ഇങ്ങി വാ. തെളിവൊന്നുമില്ല, എനിക്ക് വന്നിരുന്ന് അപരാധിക്കാനേ അറിയത്തുള്ളൂ മോനെ രാഹുലെ. അതാണ് എം എ ഷഹനാസിൻ്റെ ഒരു മൂഡ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ, ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ, സ്വന്തം ചേച്ചി, മരിച്ചുപോയ ചേച്ചിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് സ്വന്തം കുഞ്ഞിനെ പലർക്കും പരിചയപ്പെടുത്തി കൊടുത്തത്, വ്യാജ ഐഡന്റിറ്റി, IAS, ഇതെല്ലാം ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. ഇതിനൊക്കെ മറുപടി ഇല്ല. രാഹുൽ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം രാഹുൽ. ഷഹനാസിന്റെ പ്രസാധക സ്ഥാപനത്തിലേക്ക് ലാഭവിഹിതം തരാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളെ പറ്റിച്ചു എന്ന വിവരം പുറത്തു കൊണ്ടുവന്നത് രാഹുലാണോ? എൻ്റെ അറിവിൽ രാഹുൽ അല്ല. രാഹുൽ ഒന്നും മിണ്ടിയിട്ടില്ല. അടുത്തത്, ഷഹനാസ് കോൺഗ്രസ് പാർട്ടി വിട്ടുപോയ ഒരു മുൻ KPCC ജനറൽ സെക്രട്ടറിയുമായി ചേർന്ന് കോൺഗ്രസ് പ്രവർത്തകർ സമാഹരിച്ച ഡാറ്റ CPMന് മറിച്ചു നൽകി എന്ന ആരോപണം ഉന്നയിച്ചത് രാഹുലാണോ? രാഹുലല്ല. ഷഹനാസ് മഞ്ചാടിയും മൂക്കുത്തിയും എന്ന ഗ്രൂപ്പിൽ തൃശൂർ അന്നമടയിലെ ഒരു കുഞ്ഞിനു വേണ്ടി പിരിവെടുത്ത ഫണ്ട് ഉൾപ്പെടെ ചാരിറ്റി ഫണ്ട് വെട്ടിച്ചു എന്ന ആരോപണം ഉന്നയിച്ചത് രാഹുലാണോ? രാഹുലല്ല.
ഷഹനാസ് 18 വയസ്സ് തികയും മുമ്പ് പൂർവ ബന്ധത്തിൽ ഗർഭിണിയായിരുന്നു എന്ന് പറഞ്ഞത് രാഹുലാണോ? രാഹുലേ അല്ല. രാഹുൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞ് എനിക്കറിവില്ല. വീഡിയോ കാണുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ? എനിക്കറിവില്ല. ഞാൻ ഒരു വാർത്താ ചാനലിലും ഒരു ഇൻ്റർവ്യൂവിലും എങ്ങും എന്തിന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും രാഹുൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി മിണ്ടിയിട്ടില്ല. ഇതൊക്കെ വേറെ ആളുകൾ, എം എ ഷഹനാസിനെ അറിയാവുന്ന ആളുകൾ, പേഴ്സണലി നല്ല പോലെ അറിയാവുന്ന ആളുകൾ പുറത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? ഇതിനെതിരെ ഒരക്ഷരം പോലും. എന്തിനാ ഈ നിയാസ് മലബാറി എന്ന് പറയുന്നത്? ഞാൻ പലപ്പോഴും ആലോചിച്ചു, ഈ നിയാസ് മലബാറി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് എന്തുകൊണ്ട് ഷഹനാസ് ഒരിടത്തും ഷഹനാസ് പ്രിയ ചേച്ചി ഇത്താത്തു എന്താ പറയാത്തത്? നിയാസിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വീണ്ടും എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് വിടുമെന്ന് പേടിച്ചിട്ടാണോ? എൻ്റെ ഒരു സംശയം ആണോ? നല്ല സംശയമുണ്ട് ഇപ്പം അതിൽ. നിയാസ് ആദ്യമേ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എഴുതിയിട്ടപ്പോൾ ഞാനും വായിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു പരിധി കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നില്ല, തെളിവുകൾ വരട്ടെ എന്ന്. പക്ഷേ ഇപ്പോൾ എം എ ഷഹനാസിൻ്റെ പ്രവർത്തികൾ കാണുമ്പോൾ നിയാസ് പറയുന്നതിനകത്ത് ഒരു 98% 100% കാണും കേട്ടോ. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എതിർക്കെങ്കിലും ചെയ്തേനെ നമ്മുടെ എം എ ഷഹനാസ്. ഇതൊരക്ഷരം മിണ്ടുന്നില്ല. 18 വയസ്സ് തികയും മുമ്പ് അല്ലേ? ചെറിയ കേസൊന്നും അല്ല. പക്ഷെ ആര് തപ്പി വരാനാ? പോലീസുകാരോ? അയ്യോ വരുമോ? എനിക്ക് തോന്നുന്നില്ല. എം എ ഷഹനാസിന്റെ പുറകെ വരാനാണെങ്കിൽ ഇന്നലെ എം എ ഷഹനാസിന്റെ പുറകെ പോലീസുകാർക്ക് വരായിരുന്നു. ദൈവത്തിനറിയാം. കുറച്ചും കൂടെ ഉള്ളു. അതും കൂടെ പാതിരാത്രിയിൽ ഇരുന്നാടെ വീഡിയോ ചെയ്യുന്നത്. വെളുപ്പിനെ 2:30 ഉറക്കം തൂങ്ങിയാ ചെയ്യുന്നത്. ക്ഷമിക്കുക, തെറ്റ് വല്ലതും വായിയത് വീണാൽ. മനസ്സിലായ? തെറ്റൊന്നും വീഴത്തില്ല. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വായിച്ചങ്ങ് പോവാം. മറ്റുള്ളവർ ഷഹനാസിനെ കുറിച്ച് പറഞ്ഞ ഈ കാര്യങ്ങൾക്ക് മറുപടി പോലും പറയാതെ രാഹുൽ സൈബർ ആക്രമണം നടത്തുന്നു എന്ന് കള്ളം പറയുന്നതാണ് യഥാർത്ഥ സൈബർ ആക്രമണം. സത്യം രാഹുലിനെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുക, അതാണ് എം എ ഷഹനാസ് ചെയ്യുന്നത്. ഒരു കാര്യമില്ല. ഒന്നും കേൾക്കുന്നില്ല. പുള്ളിയുടെ എവിടെയാണെന്ന് പോലും അറിയാൻ പാടില്ല. പുള്ളിയുടെ ജാമ്യം അത് മിക്കവാറും റദ്ദാക്കും എന്നൊക്കെ കേട്ടു. പുള്ളി ഏതോ പരാതിക്കാരിയെ വിളിച്ചു എന്നോ, നമുക്ക് അറിയത്തില്ല അതിൻ്റെ സത്യാവസ്ഥയൊക്കെ എന്താണെന്ന്. അങ്ങനെയാണെങ്കിൽ ജാമ്യത്തിൻ്റെ കാര്യം ഗോപിയാകും. ആ ഒരവസ്ഥയിൽ ഇരിക്കുന്നതാ പുള്ളി. അതിൻ്റെ ഇടയ്ക്കാണ് ചേച്ചിയുടെ പുറകെ. എന്തോന്നാ ചേച്ചി? കുറച്ചും കൂടെ ഉള്ളേ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഷഹനാസിനെ കുറിച്ച് ഒരൊറ്റ കാര്യമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. രാഹുൽ ഷഹനാസിനോട് മോശമായി സംസാരിച്ചു എന്നും അതിന് ഷഹനാസ് ചുട്ട മറുപടി പറഞ്ഞു എന്നുള്ള ഷഹനാസിന്റെ ആരോപണം തെളിയിക്കണം. അത്രയേ രാഹുൽ പറഞ്ഞിട്ടുള്ളൂ. തെളിവ് കൊണ്ടുപോവാ, തെളിയിക്ക് നീ. ഞാൻ എന്തോ നിന്നോട് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നോ തെളിയിക്ക് നീ. അത് തെളിയിക്കാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇരുന്നങ്ങ് അപരാധിക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ രാഹുലിന്റെ തലയിലോട്ട് വെച്ചിട്ട് രാഹുലിനെ വലിച്ചിങ്ങോട്ട് ഇടുക. എനിക്കറിയാൻ പാടില്ല ആര് പറഞ്ഞിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നതെന്ന്. രാഹുൽ എന്തായാലും നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ഷഹനാസ് എഴുത്തുകാരൻ VR സുധീഷ് കൊടുത്ത വേറൊരു കേസിൽ കോഴിക്കോട് കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടി വന്നത് പോലെ ഞാൻ കൊടുത്ത ഇരട്ട ഐഡന്റിറ്റി വ്യാജ IAS കേസിലും കോടതിയിൽ ഹാജരാകേണ്ടി വരും. സോഷ്യൽ മീഡിയയിൽ ഇനിയും ഒരുപാട് കുമിളകൾ പറത്തേണ്ടി വരും. ചുരുക്കം, ആത്മഹത്യ ഒന്നിനും പരിഹാരം ഇതുവരെയുള്ള ഈ ആരോപണങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണ്. ഇതിന് മറുപടി കിട്ടിയിട്ട് വേണം അർദ്ധ വിരാമമിട്ട ബാക്കി കഥകൾ കൂടി എഴുതാൻ. അപ്പൊ കുറച്ചുണ്ടല്ലേ നിയാസ് മലബാറി എം എ ഷഹനാസ് താത്തുവിനെ പറ്റി പുറത്തേക്ക് വിടൂ, നമുക്ക് സംസാരിക്കാം. പുറത്തേക്ക് വിടൂ. അവരെന്തെങ്കിലും അല്ല, പുറത്തേക്ക് വിടുന്നതിന് മുമ്പായിട്ട് നിയാസ് മലബാറി പറഞ്ഞ പോലെ ഇത്രയും ആരോപണങ്ങൾക്കെതിരെ ഒരക്ഷരവും മിണ്ടിയിട്ടില്ല. എന്തെങ്കിലും ഒന്ന് മിണ്ട്. ഈ കേസ് കൊടുത്ത് നടക്കാതെ മിണ്ട്. പിന്നെ അവർ എന്തായാലും കോഴിക്കോട് തന്നെ ഉണ്ടായിരുന്നു. മറ്റേ മൈലാഞ്ചിയിട്ട് നമ്മൾ കണ്ടല്ലോ. അപ്പൊ കോഴിക്കോട് കോടതിയിൽ പോയിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ ഈ കോഴിക്കോട് കോടതിയിൽ പോയ ആള് എങ്ങനെ മുഖ്യനെ കാണാൻ തിരുവനന്തപുരത്ത് ഹെലികോപ്റ്ററിൽ പറക്കുവാണോ? വൺ ടീമാണോ എൻ്റെ ഇത്താത്തു? അല്ല, അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. കുമ്പിടിയാ. എന്നിട്ട് കോടതിയിലും ഇല്ല, മുഖ്യന്റെ അടുക്കലും ഇല്ല. ഞാൻ മൈലാഞ്ചി ഇട്ടോണ്ടിരിക്കുകയാണെന്ന്. മൈലാഞ്ചി. എന്താണെങ്കിലും ഇത്താത്തൂരോട് ജനങ്ങൾക്കുള്ള വിശ്വാസം
അങ്ങോട്ട് തീർന്നിട്ടുണ്ടേ. അതൊന്ന് മനസ്സിലാക്കിയ ഇത്താത്തൂന് കൊള്ളാം. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.